സഹായിക്കുന്നു, അല്ലാഹു തആല ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ ദശയിലും നിങ്ങൾ ആര് വളർത്തുന്നു അല്ലാഹു തആല അറിയുന്നുണ്ട്. ഓരോ ദശയിലും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലാഹു തആല അറിയുന്നുണ്ട്. അൽ ഖദീർ, ഈ അറിയുന്ന അല്ലാഹു തആല നിങ്ങളെ എന്തു ചെയ്യാനും കഴിവുറ്റവനുമാണ്. പക്ഷേ അല്ലാഹു തആല അവന്റെ വ്യവസ്ഥിതി പ്രകാരം തൽക്കാലം ദുന്യാവെന്നൊന്നും ചെയ്യാതെ നിങ്ങളുടെ ഏത് തോന്യാസങ്ങൾക്കും മരുനിന്ന് തോന്യാസങ്ങൾക്കനുസരിച്ച് സിദ്ധികൾ പിൻവലിക്കാതെ അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യവും അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ആശയങ്ങളാണ് ഞാൻ ഓതി വെച്ച ആയത്തുള്ളത്. അപ്പൊ ഈ വിശുദ്ധ ഖുർആനിലെ വാക്യത്തിൽ ഇവിടെ അള്ളാഹു യൗവനത്തെ ഉപയോഗിക്കുന്നത് ഖുവ്വത്ത് എന്നാണ്. വേറെ ചിലയിടത്ത് അള്ളാഹു തആല പറയുന്നത് അശുദ്ധ, ثم لتبلغوا أشدكم ثم لتكونوا شيوخا. നിങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ പ്രതാപത്തിന്റെ അവസ്ഥക്കെത്തുക. പ്രതാപത്തിന്റെ അവസ്ഥ എന്ന് അല്ലാഹു തആല പ്രയോഗിക്കുന്നതും അർത്ഥവത്താണ്. കയ്യും കാലും കണ്ണും കാതുമെല്ലാം അതിന്റെ സിദ്ധികൾ സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന ശാരീരികമായ പ്രതാപം, അതോടൊപ്പം മാനസികമായ അറിവും വിവേകവും വിജ്ഞാനവും വന്നുകൊണ്ടിരിക്കുന്ന ശരിയായ മാനസികമായ പ്രതാപം, ഈ രണ്ടു പ്രതാപവും ഖുവ്വത്തും നേടുന്ന ഒരവസ്ഥ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ചിലയിടത്ത് യൗവനത്തെ കുറിച്ച് പറയുന്നത്. എന്റെ യുവാക്കളെ, യുവതികളെ, നമുക്ക് ഈ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. എന്റെ പ്രായമുള്ള രക്ഷിതാക്കൾ, യുവാക്കളെന്ന് പറയാൻ പറ്റാത്തവർ എന്റെ മുമ്പിലിരിക്കുന്നവരിലില്ല. അപൂർവം ചില പ്രായമുള്ളവരെ നമ്മുടെ മഹല്ലിൽ തന്നെയുള്ളൂ. നമ്മളൊന്ന് നിലയിരുത്തി നോക്കിയാൽ തന്നെ ബോധ്യപ്പെടുന്നത് വളരെ കുറഞ്ഞ കാലം, വളരെ കുറഞ്ഞ കാലമാണ് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലും കഴിവില്ലാത്ത അവസ്ഥയിലും അല്ലാഹു തആല മനുഷ്യരെ ഇരുത്തുന്നുള്ളൂ. യൗവനത്തിന്റെ അവസ്ഥ അൽ ഹാഫിദ് ഇബ്നുൽ ഫറജ്, അദ്ദേഹത്തെ പോലുള്ള മഹാന്മാർ, ഇബ്നുൽ ജൗസിയെ പോലുള്ള ബുദ്ധിശാലികളായ വിജ്ഞന്മാർ നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ വിവരിക്കുന്നുണ്ട്. 40 വയസ്സിന്റെ താഴെ ഒരു 35 വയസ്സുവരെ ശരിയായ തുടുതുടുത്ത യൗവനം, ശരിയായ കൗമാരം പിന്നിട്ടിട്ട് തുടുതുടുപ്പുള്ള നിറഞ്ഞു നിൽക്കുന്ന യൗവനം. ശേഷം ഒരു 50 വയസ്സുവരെ മധ്യവയസ്കൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അതും കഴിവുറ്റ അവസ്ഥയാണ്, കഴിവുകേടിന്റെ അവസ്ഥയല്ല. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ യൗവനത്തിന്റെ അവസ്ഥ തന്നെ. 50 മുതൽക്ക് ഒരു 70 വയസ്സുവരെയാണത്രേ ഷെയ്ഖ്, വയസ്സൻ എന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ഷെയ്ഖ്. അറബ് ഭാഷയിൽ ഷെയ്ഖ്, ആ വാക്യത്തിന്റെ അർത്ഥം വയസ്സൻ. നമ്മളിപ്പോ അങ്ങനെയൊന്നും അല്ല, വലിയ മൂല്യരായ പുറത്തു പോയാൽ ഷെയ്ഖ് എന്നറിയും, ഷെയ്ഖുന എന്നറിയുമ്പോൾ ഷെയ്ഖ് എന്നറിയും. ഇതൊക്കെ ആത്മീയമായ ഗുരുക്കന്മാർ എന്ന അർത്ഥത്തിലാണ്. അറബ് ഭാഷയിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വയസ്സൻ എന്ന ഭാഷയുടെ അർത്ഥം. അത് ആർക്കും പറയാം, മൊയ്ലേർക്കും പറയാം, ആലിമനും പറയാം, പണ്ഡിതനും പറയും, ഇമാമനും പറയും, ആർക്കും പറയാം. ആ പ്രായം എത്തിയാൽ ഒരു 50 വയസ്സ് മുതൽക്ക് 70 വയസ്സ് വരെയുള്ള അവസ്ഥയാണ് ഷെയ്ഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നന്ന കവിഞ്ഞാൽ 20 വർഷം. ഈ 20 വർഷം തന്നെ ലഭിക്കുന്നവർ മനുഷ്യകുലത്തിൽ വളരെ കമ്മിയായിരിക്കും. 70ഉം പിന്നിട്ടിട്ടുള്ള അവസ്ഥ കിബർ, വളരെ വാർദ്ധക്യം, വാർദ്ധക്യത്തിന്റെ മുഴുവൻ ദൗർബല്യങ്ങളും ഉൾക്കൊള്ളുന്ന മോശപ്പെട്ട അവസ്ഥ കിബർ. കിബർ എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ബുദ്ധിക്ക് തകരാറുള്ള, കേൾവിക്ക് തകരാറുള്ള, സംസാരത്തിന് തകരാറുള്ള, അവന്റെ ശാരീരികമായ സിദ്ധികൾക്കും മാനസിക സിദ്ധിക്കും ഒക്കെ തകരാറുള്ള അവസ്ഥ. ഈ ഒരവസ്ഥ 70 പിന്നിട്ടിട്ടുള്ള അവസ്ഥയാണ്. 70 പിന്നിട്ടിട്ട് ഈ അവസ്ഥയിലെത്തിയവർ നമ്മുടെ നടുവക്കാട് പ്രദേശത്തോ മമ്പാട് പഞ്ചായത്തിലോ മൊത്തം നിങ്ങൾ എണ്ണി നോക്കി, ഒരു കാലത്ത് എത്രയോ നിരയിൽ നിൽക്കുന്നവർ ഒരുപാടുണ്ടല്ലോ. ഒരേ സമപ്രായക്കാർ ഒരുപാടുണ്ട്. ഇന്നിപ്പോ നമ്മളെ പ്രായക്കാർ ഓരോരുത്തരും വിലയിരുത്തി നോക്കി എത്ര പേരുണ്ടാകും? അസ്റാബ് നാദിന് പറയാം, വയസ്സൊത്ത ഒരേ കടക്കാർ. അറബ് ഭാഷയിൽ ഇതിന് ശബ്ദം അസ്റാബ്. ഒരേ കടക്കാരെ നമ്മൾ ഓരോരുത്തരും നമുക്ക് വിലയിരുത്തി നോക്കിയാൽ ഒരുപാട് കടക്കാരെ കാണാം. പക്ഷെ 70 വയസ്സായൊരു വയസ്സൻ, അല്ലെങ്കിൽ 50 പിന്നിട്ട ഒരു വയസ്സൻ 60 വരെ പോകുന്നത് സാധാരണമായ ഈ ഉമ്മത്തിന്റെ പ്രായമാണ്. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ പ്രായം. വഖലീലും മൻ യതജാവസുഹു, അതിനപ്പുറം വിട്ട് കിടക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വളരെ കമ്മിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതുപോലെ തന്നെ അവസാന കാലത്തെ സമുദായമായ മനുഷ്യമക്കളായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ 70 പിന്നിട്ടവർ, 60 കഴിഞ്ഞ് 70ഉം പിന്നിട്ടവർ വളരെ വളരെ അപൂർവമായിരിക്കും.
ഒരു പഞ്ചായത്തിൽ തന്നെ വിരലുകൾ കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റുന്ന കാരണവന്മാരെ 70 കഴിഞ്ഞവർ കാണൂ. ഇനി 50 കഴിഞ്ഞ് 70 വരെയുള്ള വയസ്സന്മാരെ എണ്ണിയാലും കൈകൊണ്ട് എണ്ണി തീർക്കാൻ പറ്റും. നമ്മുടെ നടുവക്കാട് പ്രദേശത്ത് 50 കഴിഞ്ഞിട്ട് 70 വരെ നിൽക്കുന്നവർ എത്ര പേരുണ്ടാകും? വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ അവർ ഏറെക്കുറെ യുവാക്കൾ തന്നെയുമായിരിക്കും. 60 വയസ്സിലൊക്കെ യുവാവ് ആവും. യൗവനത്തിന്റെ എല്ലാ തുടിപ്പും ശക്തിയുണ്ട് അയാൾക്ക്. മാനസികമായും ദുർബലല്ല. ചാടാനും ഓടാനും കളിക്കാനും മണ്ടാനും കാണാനും കേൾക്കാനും ഒക്കെ കഴിയും. എങ്കിൽ പിന്നെ യുവാവ് തന്നെയല്ലേ. വയസ്സുകൊണ്ട് മാത്രമല്ലല്ലോ യൗവനം എന്നറിയുന്നത്. അയാൾക്ക് വയസ്സായിക്കണമെങ്കിലും ആളയാളൊരു ചെറുപ്പക്കാരനാണ് നമ്മൾ പറയാറില്ലേ. ആ ചെറുപ്പക്കാരെ, എല്ലാ ചെറുപ്പക്കാരുടെ കഴിവും കഴിഞ്ഞിട്ട് അസ്തമിച്ചവർ നമ്മൾ എണ്ണി നോക്കിയാൽ വളരെ കമ്മിയായിരിക്കും സമൂഹത്തിൽ, ഏത് പ്രദേശത്തും. അപ്പൊ അപൂർവർക്ക് നീണ്ടു കിടക്കുന്ന ഒരു 20 വർഷം വയസ്സനായി ജീവിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ പോലും 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നീണ്ടു കിടക്കുന്ന യൗവനത്തിന്റെ കാലമാണ് നമ്മുടെ ജീവിതത്തിന്റെ ദശകളിലെ ഏറ്റവും സുദീർഘമായ ദശ. അപ്പൊ അള്ളാഹു നൽകുന്ന ജീവിതത്തിന്റെ ദശകളിൽ വളരെയധികം കാലയളവ് അള്ളാഹു തആല നമുക്ക് നൽകുന്നത് കഴിവുറ്റ അവസ്ഥയാണ്, ശാരീരികമായി ബലവത്തായ അവസ്ഥയാണ്, മാനസികമായി ബലമുള്ള അവസ്ഥയാണ്, കായികമായി ബലമുള്ള അവസ്ഥയാണ്, വിജ്ഞാനപരമായി ബലമുണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയാണ്, ഓടാനും ചാടാനും കാണാനും കേൾക്കാനും പറ്റുന്ന എല്ലാ സിദ്ധികൾക്കും അതിന്റെ പൂർണ്ണമായ എല്ലാ അംശങ്ങളുമുള്ള അവസ്ഥയാണ്. ഈ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ 15 വയസ്സ് മുതൽക്കുള്ള ഒരു 35 വയസ്സ് വരെയുള്ള എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ കിടുകിടുത്ത യുവാക്കളാണ്. ഏറ്റവും നിറഞ്ഞ യൗവനമുള്ള സമയം. ഈ യൗവനമുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിൽ മിക്കവാറും ആളുകൾ പരാജയപ്പെടുന്നവരും നഷ്ടകാരികളുമാണ്. സുന്നി യുവജന ഫെഡറേഷന്റെ ഏതാനും ചെറുപ്പക്കാര് കുട്ടികൾ, അവർ പള്ളിയിൽ കാണും, വയല് സംഘടിപ്പിക്കും, പ്രസംഗമുണ്ടാക്കും, ഇത്തരം പരിപാടികൾക്ക് വന്നെന്നിരിക്കും. പക്ഷെ 35 വയസ്സ് വരെ നീണ്ടു കിടക്കുന്ന ചെറുപ്പക്കാരുടെ പട്ടികയിൽ നാട് മുഴുക്ക നമ്മളൊന്ന് എണ്ണിത്തിരഞ്ഞാൽ ഇതുപോലത്തെ ദീനീ സംഘടനകളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം കിട്ടാത്ത ചെറുപ്പക്കാരെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ, അവരുടെ രാത്രിയുടെയും പകലിന്റെയും യാമങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. നിഅമതാൻ മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ് ഖാല റസൂലുള്ളാഹി. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു, നിഅമതാനി, ഒരു 2 സമ്പൂർണമായ അനുഗ്രഹം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. പക്ഷേ മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, മനുഷ്യരിൽ നിന്നുള്ള ധാരാളം പേരും അധിക പേരും ഈ 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നഷ്ടപ്പെട്ടവരാണ്. കച്ചവടം ലാഭിച്ചവരല്ല, നഷ്ടം പറ്റിയവരാണ്. അല്ലാഹുവിന്റെ ലോകത്ത് ചെന്ന് കണക്കെടുപ്പ് നടത്തുമ്പോ നിങ്ങൾക്ക് ആ നിഅമത്തിൽ എന്ത് കിട്ടി എന്ന് വിലയിരുത്തുന്ന സമയം വരുമ്പോ, ആ നിഅമത്തുകളുടെ ഫലം വിലയിരുത്തേണ്ട സമയം വരുമ്പോ അവരതിൽ നഷ്ടം സംഭവിച്ചവരാണ്, ലാഭം കിട്ടിയവരല്ല. നഷ്ടം സംഭവിച്ച് പാപ്പരായവരാണ് അധികം പേരുമെന്ന ആ 2 നിഅമത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അസ്സിഹ, ഒന്ന് ആരോഗ്യമുള്ള യൗവനാവസ്ഥയാണ്, ശരീരത്തിന് ആരോഗ്യമുള്ള അവസ്ഥ, കൈകാലുകൾക്ക് ബലമുള്ള അവസ്ഥ, കണ്ണിനും കാതിനും അതിന്റെ 100% പവറുള്ള അവസ്ഥ, നമ്മുടെ മസ്തിഷ്കത്തിന് അതിന്റെ ശരിയായ ബലമുള്ള അവസ്ഥ, നമ്മുടെ മനസ്സിന് ശരിയായി അതിന്റെ എല്ലാവിധ സിദ്ധികളുമുള്ള അവസ്ഥ. ആ അവസ്ഥ അല്ലാഹു തആല നൽകുന്നതാണ് ആരോഗ്യാവസ്ഥ. ഈ ആരോഗ്യാവസ്ഥ മനുഷ്യരിൽ അധിക പേർക്കുമുണ്ട്. പക്ഷേ അധിക പേരും ഇവിടെ നഷ്ടം സംഭവിക്കുന്നവരാണ്. വൽ ഫറാഗ്, ജീവിതത്തിൽ ഈ നിഅമത്തുകൾ വിനിയോഗിക്കാൻ എന്താണോ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള കടമകളെങ്കിൽ ആ കടമകൾ നിർവഹിക്കുവാനുള്ള അവസരമുണ്ടായിട്ട്, സമയമുണ്ടായിട്ട്, ഒഴിവുണ്ടായിട്ട് ആ ഒഴിവ് മുഖവിലക്കെടുത്ത് കണക്കിലെടുക്കുന്നവരും ലാഭിക്കുന്നവരും മനുഷ്യരിൽ കമ്മിയാണ്. 2 അനുഗ്രഹം, ഒന്ന് ഒഴിവ്, ഒന്ന് ആരോഗ്യം. ഇത് നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. ഒഴിവില്ല എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം പരാതി നമ്മളൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കുറേ അധികം ആളുകൾക്ക് ഒഴിവുണ്ടാവില്ല. തിരിയാനും അറിയാനും ഒഴിവില്ലാത്തവരുണ്ട്. മലമൂത്ര വിസർജനം പോലും ശരിക്ക് ചെയ്യാൻ ഒഴിവില്ലാത്തവരുണ്ട്. 5 വക്ത് നിസ്കരിക്കാൻ ശരിക്ക് പറ്റാത്തവരുണ്ട്. ഒഴിവില്ലാത്തത് തന്നെ അത്ര ചുമതലകൾ. കച്ചവടത്തിന്റെ ചുമതലയാവാം, തൊഴിലിന്റെ ചുമതലയാവാം,
മറ്റേതെങ്കിലും തരത്തിലുള്ള ചുമതലയാവാം, രാഷ്ട്രീയ പ്രവർത്തനമാകാം, സാമൂഹിക പ്രവർത്തനമാകാം, മതപ്രവർത്തനമാകാം, ഏതു പ്രവർത്തനമാകാം. ഒഴിവില്ലാത്ത ചുമതലയുള്ള സദാസമയവും ജോലിയിൽ വ്യാപൃതരായവർ. മക്കളെ നോക്കാൻ പറ്റില്ല,